ഇതുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് കണ്ട ആ ഒരു പ്ലാസ്റ്റിക് ഉള്ള പൂവാണ്. ഇത് കുറേ നാൾ, ഇത് ഒറിജിനലാണ്, പക്ഷെ അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ആ പൂവിൻ്റെ കുറേ ചേച്ചിമാർ അമ്മച്ചിമാർ വിൽക്കാതിരിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള. പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്, നോക്കട്ടെ പറ്റുമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകണം. പോകാൻ നേരത്ത് മേടിക്കും. ഇതൊരു ടിബറ്റൻ മാർക്കറ്റാണ്. അപ്പോൾ അത് പേര് കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കയറി നോക്കി എന്താണെന്നുള്ളത്. ഇതിന് ടിബറ്റൻ ആൾക്കാർ നടത്തുന്നതാണോ അതോ വലുതായിരിക്കും. ടിബറ്റിലുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമല്ലോ. ഇതുള്ളല്ലേ. ഓക്കെ, ഇതാണ് ടിബറ്റൻ മാർക്കറ്റ്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഫുള്ള് ക്ലോത്ത്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. സ്വെറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ടിബറ്റൻസ് അവരാണ് കച്ചവടം നടത്തുന്നത്. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. ഇവിടെ ടിബറ്റൻ ഫ്ലാഗുകൾ കണ്ട. ഈ ഒരു ചെറിയൊരു ഏരിയ ആണ്. അപ്പം അതെല്ലാം നമുക്ക് ഇവിടുന്ന് പോവാം അടുത്ത സ്ഥലത്ത്. ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്, അതാണ് അടുത്തെന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആലപ്പുഴ ടു ഊട്ടി സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഡേ 1 ഡേ 2 എന്നുള്ള രീതിയിലായിരുന്നു. ഡേ 1 നമ്മുടെ ഗൂഡല്ലൂർ പോകുന്നത്, അതിനിടയ്ക്കുള്ള കാഴ്ചകൾ. ഡേ 2 തിരിച്ച് നമ്മൾ കൊത്തഗിരി വഴി പോകുമ്പോഴുള്ള ഊട്ടിയിലെ കാഴ്ചകളായിരുന്നു. അപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലാതൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനും വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്കും കുറേ ലെങ്തി ആയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാണ്. അതായത് ഊട്ടി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ, ഊട്ടിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലെ 3rd പാർട്ട്. നമ്മുടെ ഊട്ടി സീരീസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ, എന്നാൽ ഊട്ടി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ 3ാമത്തെ പാർട്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇവിടെ ഒരു മുരുകൻ ടെമ്പിളുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം അറിയത്തില്ല. നമ്മുടെ റോസ് ഗാർഡൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു, ഏകദേശം 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളായിരുന്നു. പക്ഷെ അതെനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇറങ്ങിയപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് റോസ് ഗാർഡൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. കാരണം ഇവിടുന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളും ബാക്കി നമ്മുടെ കുട്ടികളെ കാഴ്ചകളും കാണിക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ റോസ് ഗാർഡൻ കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റിലോട്ട് റോഡ് കാണാം, ഒരു ആർച്ചൊക്കെ കാണാം. അപ്പോൾ അത് ഈ വഴി വന്ന് കയറും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിലെ ഇവിടെ നടന്ന് നമുക്ക് പോകാം. പക്ഷേ ഇതിലെ വണ്ടിയെ പോകാമെന്ന് പറഞ്ഞു. നമുക്കിതിലെ വണ്ടിയെ പോയിട്ട് നമുക്ക് മുരുകൻ അമ്പലത്തിലോട്ട് പോകാം. ഇത് കണ്ട നമ്മൾ വന്ന വഴി അതാണ്. അപ്പോൾ എന്തേ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മുരുകൻ ടെമ്പിൾ. മലേഷ്യ മുരുകൻ അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. മലേഷ്യയിൽ ഇതുപോലൊരു മുരുകൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ്. ഇതാണ് ടെമ്പിളിലേക്ക് കയറുന്ന എൻട്രൻസ്. ഇതേ ചെരുപ്പിടാതെ അത് കയറിയിട്ട് നല്ല തണുപ്പ്. ഇത് സ്റ്റെപ്പേ കാല് വെക്കുമ്പോൾ ഇതിലോരോ കല്ലിലും പേരെഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഇത് ഡൊണേറ്റ് ചെയ്തവരുടെ പേരായിരിക്കണം. അത്യാവശ്യം നടന്ന് ക്ഷീണിച്ച് കേട്ടോ. ഇതാണിതേ ഈ ടെമ്പിളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മുടെ കൊമ്പനെ ഇതിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ വേൽമുരുക, ഇതാണ് ടെമ്പിള്. നമുക്ക് ആദ്യം ഞാനൊന്ന് അകത്ത് കയറി തൊഴട്ടെ. ഞാനങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് പ്ലീസ് ഡോണ്ട് ടേക്ക് ഫോട്ടോ എന്ന്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് മുരുകൻ്റെ സ്റ്റാച്ചു. എത്ര ഹൈറ്റ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു നോക്കണം. നമുക്കത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണ് ചേട്ടൻ തന്ന. ചേട്ടൻ ഞാൻ പായസം കഴിക്കട്ടെ. ഇവിടെ വലിയ മുരുകൻ്റെ ഇതിന് മുമ്പിലായിട്ട് ഒരു നവഗ്രഹങ്ങളുടെ ഒരു ഇതുണ്ട്. ഇതിനതേ കറക്റ്റ് ഇവിടെ ഇതാണ്. ഇതുപോലെ മലേഷ്യയിൽ ഇതിനേക്കാൾ ഹൈറ്റിൽ മുരുകനുണ്ട്.
അപ്പം ഇവിടുന്ന് അവിടെ കണ്ട നമ്മൾ താഴെ വണ്ടി വിടേണ്ട ആവശ്യമില്ല, ഇവിടം വരെ വണ്ടി വരും. തമിഴിൽ എഴുതിയേക്കുന്നതാണ്, അത് എന്താ എഴുതിയേക്കുന്നത് അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ആ പായസം തന്നത് അമ്പലത്തിലല്ലായിരുന്നു, ഇവിടെ ഏതോ ഒരു ഫാമിലിയെ കുഞ്ഞിനെ മുട്ടയടിച്ചിട്ട്, എനിക്ക് പഴനി മുട്ടയടിച്ചാണെന്ന് തോന്നുന്നു. അവർ വരുന്ന വഴി എങ്ങനെ ആയിരിക്കും വന്ന് ഇവിടെ കയറിയത്, അല്ലെങ്കിൽ ഇവിടെ മുട്ടയടി ഉണ്ടോ എന്നറിയില്ല. അപ്പം അതിൻ്റെ പായസമായിരുന്നു. ഈ ടെമ്പിളിൻ്റെ പേര് എൽക്കഹിൽ മുരുകൻ ടെമ്പിൾ എന്നാണ്. അതെ, ഇവിടെയും ഉണ്ട് വിഗ്രഹങ്ങൾ. പിന്നെ ഇവിടെ പൂജകളൊക്കെ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തൊഴുതു. പിന്നെ നമ്മുടെ മലേഷ്യ ആ മുരുകൻ്റെ സ്റ്റാച്ചു കണ്ടു. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം വാക്സ് മ്യൂസിയം. ഏതായാലും കൊത്തഗിരിയ റോഡിൽ കയറണം. അപ്പോൾ ഇവിടെ റോസ് ഗാർഡൻ വരുന്നവരെ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. അടിപൊളി ഒരു ടെമ്പിളാണ്. അപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അമ്പലത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ശ്രീ ബാലവിനായകർ ഗണപതിയുടെ ഒരു ചെറിയൊരു കോവിലുണ്ട് ഇവിടെ. അപ്പോൾ അതേ പോവാം. ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ ആ കൊത്തഗിരി റോഡ് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് കാണാം വാക്സ് മ്യൂസിയം. ഇതാണ്. ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഫാക്ടറി, പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഞാൻ അകത്ത് കയറി നോക്കട്ടെ എൻ്റെ വാക്സ് മ്യൂസിയത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന്. വാക്സ് മ്യൂസിയത്തിൽ ടിക്കറ്റ് ചാർജ് 50 പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് എക്സ്ട്രാ 10 റുപ്പീസ്. ഇത് കയറി വരുമ്പോൾ തന്നെ കണ്ടേ ഗാന്ധിജിയുടെ ഒരു വാക്സിൽ ചെയ്ത നല്ല ഒറിജിനാലിറ്റിയെ. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇവിടെ ഒരു യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്സിൽ ചെയ്ത് കുരിശ് താങ്ങിക്കുന്നത്. This museum does not get any moral or financial support from any government organization. ഇത് കൊള്ളാമല്ലേ, ഒരു ആദിമ മനുഷ്യൻ കിടക്കുന്നു. പിന്നെ അതേ മദർ തെരേസയുടെ ഒരെണ്ണം, മദർ തെരേസ. പിന്നെ അതേ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരാൾ കിടക്കുന്നു. പിന്നെ അടുത്ത സെക്ഷന് സർ മോക്ഷ ഗുണ്ടൻ വിശ്വേശ്വരയ്യ, അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ മൻമോഹൻ സിംഗ്, പിന്നെ ഇതിൽ ആരാന്നറിയില്ല, ഒരു ആർമി ഓഫീസറിൻ്റെ. പിന്നെ അതെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരെണ്ണം, ഒരു സ്പീച്ചിലൊരു ചാരി നിൽക്കുന്ന പോലെ ഒരെണ്ണം കൊള്ളാം. മൻമോഹൻ സിംഗൊക്കെ നല്ല പക്ക ഒറിജിനലായിട്ട് തോന്നുന്നുണ്ട്. അടുത്ത സെക്ഷൻ വരുമ്പോൾ ഒരു മുരുകൻ്റെ നമ്മുടെ ഐ മൂവിയിലെ ക്യാരക്ടർ അതിൻ്റെ ഒരെണ്ണം. പിന്നെ അതേ അന്യൻ, എബൌട്ട് ദ ആർട്ടിസ്റ്റ് ശ്രീജി ഭാസ്കരൻ. ഹി ഈസ് ദ സ്പോൺസർ ആൻഡ് ഓണർ ഓഫ് ദിസ് വാക്സ് മ്യൂസിയം. വാക്സ് സ്റ്റാച്യു മേക്കിംഗ് ഈസ് ഹിസ് ഹോബി. കൊള്ളാം. പിന്നെ അതേ ശിവജി, ഛത്രപതി ശിവജിയുടെ ഒരെണ്ണം. പിന്നെ അതേ ഷിർദി സായി ബാബയുടെ ഒരെണ്ണം. ഇത് കൊള്ളാം കേട്ടോ. അടുത്തത് ഭഗത് സിംഗിൻ്റെ ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, ബാൽ ഗംഗാധര തിലക്, ജവഹർലാൽ നെഹ്റു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വാക്സ് മ്യൂസിയം കാണുന്നത്. നല്ല രസമുണ്ടല്ലേ. അടുത്ത വന്ന് ഫോറസ്റ്റ് ബാൻഡിറ്റ് വീരപ്പൻ. ഇത് കൊള്ളാം കേട്ടോ. ഒരു
ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഒരു കുടില് പോലെ. അതിൻ്റെ അകത്താണ് വീരപ്പൻ ഇരിക്കുന്നത്. ഇവിടെ ഒരു പാമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. സേ നോ ടു ഡ്രഗ്സ്. കൊള്ളാം. ആ ഒരു കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നത്. ഒരാൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന അപ്പോൾ അതിലെല്ലാം മുഖമൊക്കെ ഉണ്ടല്ലേ, അത് കൊള്ളാം. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, അതിൻ്റെ ഒരു ഇത് പക്ഷേ ഒറിജിനൽ വണ്ടി ഇങ്ങനെ മറിച്ചിട്ടേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തൊരു ബോഡി ഉണ്ട്. ബോഡിയല്ല, ഒരാളുടെ കൈയൊക്കെ ഒടിഞ്ഞ് കറിഞ്ഞ് കിടക്കുന്നതും മുഖത്തൊക്കെ പാടുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആൽക്കഹോളിൻ്റെയും സിഗരറ്റിൻ്റെയും ഫോണൊക്കെ തെറിച്ച് കിടക്കുന്നതൊക്കെ ഒരു രീതിയിലുള്ള കൺസെപ്റ്റ്. ഇത് കൊള്ളാം. ഈ ഏരിയ നല്ല കൺസെപ്റ്റായിരുന്നു. ഇത് മെലഡി വേൾഡ് വാക്സ് മ്യൂസിയം. ഇവിടെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഇതാരാന്നോട്ട് പേര് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേരറിയത്തില്ല. ഇതും കൊള്ളാം. പിന്നെ അടുത്തത് സ്വാമി പ്രഭുപാദ, ഫൗണ്ടർ ഓഫ് ഇസ്കോൺ. എനിക്ക് സംഭവം എന്താണെന്ന് അറിയത്തില്ല. ഭക്തിവേദാനന്ദ പ്രഭുപാദ. ഇവിടെ നമുക്കതിൻ്റെ ഡൊണേഷനോ സജഷൻസൊക്കെ എഴുതാനുള്ളൊരു ബുക്കുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണുന്നതിന് എക്സിറ്റ്. കയറുന്ന സ്ഥലത്തിൽ ചോട്ടാഭീമ ഡോറുണ്ട്, പക്ഷേ ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരു 5 minutes യൂസ് ഡ്രംസ്, 50 rupees വേണ്ട. പിന്നെ ഒരു സൂപ്പർമാനും റിപ്പറ. നീലഗിരി സാൻഡൽ ഹട്ട്. ഇതെല്ലാം സാൻഡൽ ചെയ്തതാ. ഓ, കയറുമ്പോൾ തന്നെ നല്ല ഉഗ്രമാണ്. ഇത് ലാവൻഡർ, ഇത് റോസ്, ഇത് ഗ്ലോബോ. 100 gram 200 rupees. സോപ്പ് ഇതെല്ലാം സാൻഡല്. ഓ, സാൻഡൽ പ്രോഡക്ട്സ്. ഈ കോമ്പൗണ്ടിൽ തന്നെ ആ ഭാഗത്തായിട്ട് ഒരു പെയിൻ ബോൾ ആൻഡ് ആർച്ചറി, അങ്ങനെ ഷൂട്ട് ടാർഗറ്റ് വിൻ ക്യാഷ് per 1000. അവിടെ ഒരു ഗെയിം ഏരിയ ഉണ്ട്. നമുക്ക് ആർച്ചറി അമ്പെയ്ത്ത് അത് ചെയ്യാം. പിന്നെ പെയിൻ ബോൾ ഷൂട്ടിങ്. ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഞാൻ ഇവിടെ കയറുന്നില്ല, അപ്പുറത്തൊരു ചോക്ലേറ്റ് ഫാക്ടറി കയറുന്നുണ്ട്. ഞാനപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വാക്സിൻ മ്യൂസിയത്തിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു സാൻഡലിൻ്റെ ഒരു ഹട്ട് ഉണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വിളിച്ച് കയറ്റിയതാണ്. ഞാൻ പിന്നെ കുറച്ച് മിക്സർ ചന്ദനത്തിന് മേടിച്ചു. 100 ഗ്രാമിന് 200 രൂപയാണ്. പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റി സാധനമുണ്ട്, എല്ലാം ചന്ദനത്തിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ അവിടെ ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അത് ആദ്യം പറഞ്ഞ ശേഷം ഞാൻ മേടിക്കത്തില്ലായിരുന്നു. എനിവേ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് എനിക്കൊന്ന് ടീ ഫാക്ടറി ആയിരിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഈഗിൾസ് ഡെയർ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ അതെന്താ സംഭവം എന്ന് നോക്കിയിട്ടാണ് ശ്രദ്ധിച്ചത്. ഇവിടാണ് ചോക്ലേറ്റ് ഫാക്ടറി, ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി. പക്ഷെ അത് ബോർഡ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഈ ഈഗിൾസ് ഡെയർ എന്ന് പറഞ്ഞ് കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മളെ കയറി വരുമ്പോഴേ ഇവിടുത്തെ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന ബോർഡ് കാണാം. പിന്നെ ഇതിലങ്ങോട്ട് ഒരാൾ നിൽപ്പുണ്ട്, ചോക്ലേറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞ ബോർഡും പിടിച്ചുണ്ട്. അപ്പോൾ ഞാനത് ഏതോ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നും കാണിക്കുന്നില്ലെന്നാണ്. ജസ്റ്റ് എന്താണ് നമുക്ക് കയറി നോക്കാം. ഇവിടെ വന്ന സ്ഥിതി നമ്മൾ അങ്ങോട്ട് കയറി കണ്ടേ അതിലാണ് കാണിക്കാത്തത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടുത്തെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. അവിടെ മൊത്തം കൃഷികൾ കാണാം. വെൽക്കം ടു ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി. ഇപ്പം എന്തായാലും ആദ്യത്തെ ടീ ഫാക്ടറിയിൽ നിന്ന് കയറാം. പക്ഷേ ഏതൊരു വീഡിയോക്ക് അധികം കണ്ടിട്ടുണ്ട് ആരുടെയോ ചെയ്തേക്കുന്നതിൻ്റെ അകത്ത്. ഇവിടെ അധികം ഒന്നും ഇല്ല, അതിൻ്റെ അപ്പുറത്താണ്. പിന്നെ വരുന്ന വണ്ടികളും എല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. മുകളിലോട്ട് വണ്ടി വരുമായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ താഴേക്ക് ഇതിന് പറഞ്ഞില്ല. ഇതാണ് എൻട്രൻസ്.
Benchmark Chocolate Factory. Cocoa tree in India is an intercropping plant, and these cocoa pods are harvested when ripe yellow. These pods are broken, fermented, and sun-dried and shifted to the processing center. Chocolate is a preparation of roasting of cocoa bean, breaking the cocoa beans and winnowing the dust kernels, the dust and particle, and further grinding to a liquid paste. Cocoa bean roasting is done at 135 degrees Celsius, where beans are roasted, and once roasted beans are broken, winnowed. Then they are grinded at 50 degrees Celsius in ball mill machine, and then cocoa bean is liquefied when grinded with heating. It is called as cocoa mass. In consumer milk chocolate, 15 kilograms of cocoa mass, 15 kilograms of milk powder, 14 kilograms of sugar, and 22 kilograms of cocoa butter is added. For white chocolate, 30 kilograms cocoa butter. അതിൻ്റെ അകത്ത് വീഡിയോ പ്ലേ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അതാ ഒരു ചില്ലുകൂടിൻ്റെ അകത്തായിട്ടാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ചോക്ലേറ്റ് ആണ് ഇത്, വൈറ്റ് ചോക്ലേറ്റ്. ഇതിലെ മുകളിലോട്ട് ടീ ഫാക്ടറി. ചോക്ലേറ്റ് നല്ല സൂപ്പർ ടേസ്റ്റ്. വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അലുത്ത് പോയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും തിന്നുന്നില്ല, പോക്കറ്റിലിരിക്കട്ടെ. ഇത് ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് ഈ ലീഫ് ഡ്രൈ ചെയ്യും. ഓക്കെ ഓക്കെ, അത് ലീഫ് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേ കയറി വന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് 10 രൂപ. വേറെ ഹിസ്റ്ററി ഓഫ് ടീ, ലെജൻഡറി എംപറർ ഷാൻ. ഓക്കെ, ഇത് കുറച്ച് വായിക്കാനൊക്കെ ഉണ്ട്. വെയിറ്റ് ടു ദ ഫാക്ടറി. ഇവിടെ മെഷീനിൻ്റെ ഭയങ്കര സൗണ്ട്, അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ലീഫ് ഉണക്കുന്നത്. എന്നിട്ട് ഇതിലിങ്ങനെ റൊട്ടേറ്റൊക്കെ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെ കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഇതാ ഒരു ടീ പ്രോസസ്സിങ്ങിൻ്റെ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യം ഇത് ലീഫ് പ്ലക്ക് ചെയ്യുന്നതും പിന്നെ കൊണ്ടുപോയി ഫാക്ടറി കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ ഒരു ഗുഡ് ഫോട്ടോഗ്രാഫി സ്റ്റാൻഡ് ഹിയർ. ഓക്കെ, ഇതാ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഫുള്ള് വരച്ചേക്കുന്നതാണ്. ഗ്രേഡിംഗ്, ബൾക്ക് പാക്കിംഗ്. In China, because of its delicate, rare, and beautiful aroma, white tea is plucked and sun-dried with utmost care and passion. ഇതേ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് തരുന്ന ടീ ആണ്. ഏലക്കയുണ്ട്, ജിഞ്ചറുണ്ട്, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇതൊരു തേയില ഷോപ്പാണ് ഇവരുടെ തന്നെ. ഇവിടെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ടീസ് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഒന്നും മേടിക്കുന്നില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. താഴെ ചോക്ലേറ്റും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ അതിലേ അങ്ങോട്ട് വഴിയുണ്ട് നടന്ന് പോകാനല്ലേ. ഞാൻ പിന്നെ വണ്ടി ഇവിടെ ആയതുകൊണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വരണം. അതുകൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. താഴെ നമ്മളെ കണ്ട അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ ഏരിയ ആണത്. അവിടെ സിപ്പ് ലൈനും അങ്ങനെ എന്തൊക്കെയുണ്ട്. നമുക്കത് തിരിച്ചിത് കണ്ട് ഇറങ്ങിയിട്ട് നോക്കാം. അതവിടെ എഴുതിയിട്ടുണ്ട്. റാപ്ലിംഗ്, റോക്ക് ക്ലൈംബിംഗ്, സ്കൈ ബ്രിഡ്ജ്, വാലി ക്രോസിംഗ്, സിപ്പ് ലൈൻ, സിപ്പ് സ്വിങ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. അതിലേ ഒരു വഴി കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിലേ കയറിപ്പോയി. വേയോട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു വഴി കൂടി ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകേണ്ട എൻട്രൻസ് ഇതേ ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് പോകേണ്ടത്. താഴത്തോടി കണ്ടില്ലേ, ഇതിലേ കയറി മുകളിലോട്ട് പോകണം. നമ്മൾ ഫാക്ടറിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്നൊരു മെഷീനായത് റോട്ടോർ വെയിൻ. The rotor vane is the first machine in the manufacturing process of tea. It is used for cutting and crushing green leaves into smaller pieces. അപ്പോൾ എൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്, ചെറുതാക്കാൻ വേണ്ടി. ഓർത്തഡോക്സ് റോളർ.
What are you looking over here is a conventional orthodox roller which consists of 3 parts. Table. ഇതാണപ്പോൾ ആ മെഷീന്. അവിടെ എഴുതിയിട്ടുണ്ട് എന്താ മൂന്ന് പ്രോസസ്സിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. 3 പാർട്ടാണോ, 3 പാർട്സ്. അതിന് ക്രാങ്ക് ഷാഫ്റ്റ്, റോളിംഗ് ടേബിൾ, കോൺ. അപ്പോൾ ആ മെഷീൻ ഇതിലേക്കൂടി ആയിരിക്കും ഇത് വരുന്നതൊക്കെ. എന്തായാലും ഇതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും. ഇവിടെ നമ്മളായിട്ട് സങ്കല്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോകണേ. ഇവിടെ ടിക്കറ്റ് ചാർജ് 10 രൂപയുണ്ട്. പക്ഷെ താഴെ നമ്മളൊന്നും കാണാൻ പറ്റാത്തടത്ത് തന്നെ എത്ര 30 രൂപ. അതെ, ലെജൻഡറി ഒറിജിൻസ് ഓഫ് ടീ. ഇപ്പോൾ കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു സെക്ഷനാണ്. ബോസ്റ്റൺ ടീ പാർട്ടി, ഫേസൻസ് അമേരിക്കൻ ഡിപെൻഡൻ്റ്, ഒറിജിൻസ് ഓഫ് ടീ ഇൻ ഇന്ത്യ. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് വായിച്ച് നോക്കാനുള്ള. ഇതിനകത്ത് കയറുമ്പോഴേ നല്ല ആ മണമുണ്ട്, നല്ല ഇലയുടെയൊക്കെ എന്തോ നല്ല തേയിലയുടെ മണമുണ്ട്. ഇവിടെ കാണാതെ ഇത് കണ്ട ഇതിനകത്ത് നിറച്ചും തേയില ഇട്ടേക്കുക. ഇതാണ് നമ്മൾ ആദ്യം കയറി വരുമ്പോൾ കണ്ട ആ ഒരു മെഷീനില്ലേ, ഇതായിരിക്കണമെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് ക്രഷ് ചെയ്യുന്നതാണ്, കണ്ടില്ലേ? ഇത് ക്രഷ് ചെയ്ത് ഇതിലെ ഇറങ്ങിയതേ താഴോട്ടൊരു ഹോളുണ്ട്. ആ ഹോൾ വഴി താഴോട്ട് പോകുന്നു. ഇത് ക്രഷിങ് ആണോ എന്തോന്ന് അറിയില്ല. അത് ക്രഷ് ആയിട്ടൊക്കെ തോന്നുന്നില്ല ഇലകളൊക്കെ കണ്ടിട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഹീറ്റ് ചെയ്തിട്ട് താഴോട്ട് വരുന്നു, ഉണക്കി ഡ്രൈ ആക്കിയിട്ട്. അത് തന്നെ ആ ഹോള് വഴി താഴോട്ട് വരുന്നത് ഇങ്ങനെ, അത് ഹീറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇത് കണ്ട, ഇവിടാണ് ഇത് ക്രഷ് ചെയ്യുന്നത്. ഒരു നമ്മുടെ മൈലാഞ്ചി ഇല്ലേ, അത് നമ്മൾ അരച്ച് തേക്കുന്നത് ആ ഒരു അതേപോലൊരു മണം. എനിക്ക് അത് നല്ലതുപോലെ ക്രഷ് ചെയ്താൽ വരുന്നത്. അതിങ്ങനെ പൊടിയായിട്ട് ഇതേ പോകുന്നുണ്ട് അതിലെ കൂടി. കണ്ട, ഇങ്ങനെ ഇത് പോകുന്നു. ഇതിങ്ങനെ ഈ ഒരു മെഷീനകത്തോട്ട് പോകും. അവിടുന്ന് പിന്നെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതെനിക്കൊന്ന് ഒന്നെങ്കിൽ ഇത് ചൂടാക്കുമായിരിക്കണം, കാരണം അത് ഒരു വെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടിട്ട്. പക്ഷെ അങ്ങോട്ട് നോക്കിയിട്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ? നമ്മൾ അവിടെ നിന്ന് കണ്ടത് ആ പൊടി അവിടെ നിന്ന് കയറി ഇത് കണ്ട ഇതിലേക്കൂടി ഇറങ്ങി വരുന്നു. ഇപ്പം കറക്റ്റ് നമ്മുടെ തേയിലപ്പൊടി പോലെ തന്നെ ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് കണ്ട അത് പ്രോസസ്സ് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിംഗ് ആണ്. ഇവിടെ കണ്ടില്ലേ കറക്റ്റ് തേയില ഓരോ ചാക്കിലോട്ട് വന്ന് വീഴുന്നത്. പിന്നെ ഇവിടെ അവിടെ നിന്ന് എനിക്കൊന്ന് അതിനകത്തിട്ടിട്ട് പാക്ക് ചെയ്യും. അത് കണ്ടില്ലേ തേയില അതിനകത്തു നിന്നൊന്ന് നേരെ താഴെ വന്ന് അവിടെ ആ കവറുണ്ട്, ആ കവറിൻ്റെ അകത്തൊരു ഫില്ലായിട്ട് താഴെ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഇതാണ് തേയിലയുടെ പ്രോസസ്സിങ്. നമ്മളെ താഴത്തെ ഫാക്ടറിക്കകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ കറക്റ്റായിട്ട് അത് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നും കിട്ടി നമുക്ക് കോംപ്ലിമെൻ്ററി ചായ. അപ്പോൾ ഇവിടെ ഫൈനൽ സ്റ്റെപ്പുകൾ നടക്കുന്ന ഏരിയ ഇതാണ്. അങ്ങനെ നമ്മുടെ ടീ പ്രോസസ്സിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാണ്. ഇവിടെ ടീ സെയിൽ കൗണ്ടേഴ്സാണ്. അടുത്ത സെക്ഷൻ ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ഇവിടെയൊക്കെ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഒന്ന് കിടപ്പുണ്ട്. കേരള പിള്ളേരതൊക്കെ
ചോക്ലേറ്റ് ഫാക്ടറിക്ക് മുകളിലോട്ട് കയറി പോകണം. ഓ, ഇവിടെ ഇത് നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. ട്രേ ഒക്കെ കണ്ടില്ലേ? ഓ, ചോക്ലേറ്റ്. ഓ, ഇവിടുന്ന് ചോക്ലേറ്റ് പീസസ് ബിറ്റ്സ് ഉണ്ട്. അതിട്ടിട്ട് ഇപ്പുറത്ത് വരുവാന്ന് തോന്നുന്നു. ജ്യൂസി ആയിട്ട് പോലെ. ഇവിടെ ചോക്ലേറ്റ് പീസസ് ഉണ്ട്. ഇതിനകത്ത് മൊത്തം പല ടൈപ്പ്. ഇത് ബോൾ ടൈപ്പിലുള്ള ചോക്ലേറ്റ്, അവിടെ ചെറിയ ചെറിയ സ്ക്വയർ ടൈപ്പിലുള്ള ചോക്ലേറ്റുകൾ എല്ലാം ട്രേക്കകത്തിരിക്കും. ഇത് ചോക്ലേറ്റിൻ്റെ കൗണ്ടറാണ്. ഇവിടെ പല ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. കുറച്ച് ചോക്ലേറ്റ് മേടിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലോട്ട് കയറി കഴിയുമ്പോൾ തണുപ്പ് മാറുമ്പോൾ മെൽറ്റ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട്. നോക്കട്ടെ, എന്തായാലും 100 ഗ്രാം മേടിച്ചോണ്ട് പോകല്ലേ. ഞാൻ കുഞ്ഞിനൊരു 100 ഗ്രാം പ്ലെയിൻ ചോക്ലേറ്റ് മേടിച്ചു. കാരണം വേറെ ചോക്ലേറ്റ് മേടിച്ചാൽ അവൾ ചിലപ്പോൾ തിന്നത്തില്ല. പണ്ട് കൊടൈക്കനാലിൽ നിന്ന് മേടിച്ചിട്ടേ തിന്നില്ലായിരുന്നു. പ്ലെയിൻ ആകുമ്പോഴത്തേക്കും തിന്നുമായിരിക്കും. പിന്നെ നമുക്ക് അപ്പുറത്ത് ഇതിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്. 100 രൂപ 100 ഗ്രാമിന്. അപ്പോൾ അത് താഴെ എത്തുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേ ജാക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു കൗണ്ടറുണ്ട്. ബില്ലിംഗ് സെക്ഷൻ ഇവിടെ. ഓ, ഇത് കൊള്ളാം. മേളിൽ നിന്ന് ഡെലിവറി സാധനങ്ങൾ താഴോട്ട് ഇതിലേ വരും. നമ്മൾ ഈ കൂപ്പൺ ഇവിടെ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയുടെയും ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒക്കെ കാഴ്ച കണ്ടിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അവർ പറഞ്ഞ ചോക്ലേറ്റ് മെൽറ്റ് ആകത്തില്ലെന്നാണ്. ഞാൻ പറഞ്ഞ കേരളത്തിൽ പോകേണ്ടതാണ്, പറഞ്ഞ് മെൽറ്റ് ആകത്തില്ല. അപ്പോൾ ഇത് ഞാൻ വണ്ടിയിൽ ബാഗിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടേ നമുക്ക് അഡ്വഞ്ചറസ് അവിടെ ഒന്ന് പോയി നോക്കാം. അഡ്വഞ്ചർ സോണിലോട്ട് പോകുന്ന വഴിയാണിത്. ഇതിന് താഴെ കുതിരകൾ നിൽപ്പുണ്ട്, കണ്ടോ? നല്ല ഉഗ്രം കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, വ്യൂ പോയിന്റ്. ഇതാണ് അഡ്വഞ്ചർ സോണിലെ കാഴ്ച. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും അങ്ങനെയൊക്കെ. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതിൻ്റെ ബാക്കിലത്തെ വ്യൂ നോക്കിയാൽ അങ്ങ് മലനിരകൾ, ഇപ്പുറത്ത് വീടുകൾ, അവിടെ കാട്, ഇവിടെ അഡ്വഞ്ചറസ് സോണ്. ഇത് സ്കൈ സൈക്ലിങ്ങിൻ്റെ ഒക്കെ ബോർഡൊക്കെ അവിടെ കാണാം. ഞാനെന്തായാലും ഇങ്ങനെ സാഹസത്തിന് മുതിരുന്നില്ല. അവിടെയാണ് എൻ്റെ കൗണ്ടർ. ഇതിൽ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് കൗണ്ടർ സെക്ഷനോട്ട് പോകാം. ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അടുത്ത ലൊക്കേഷൻ തേടി. നല്ല കിടിലം വ്യൂ അല്ലേ? ഇവിടെ നമ്മുടെ ടീ ഫാക്ടറിയുടെ അടുത്ത് ഒരു ഫുഡ് കോർട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ സാധ്യത പുറത്തിറങ്ങിയപ്പോഴത്തെ പിന്നെ ഫോറസ്റ്റ് തുടങ്ങി. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ തിരിച്ച് അവിടത്തേക്ക് പിന്നെ ഹോട്ടലിലേക്ക് വേണം തിരിച്ച് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഫുഡ് കോർട്ട് ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ കഴിക്കാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കേജ് ആണെങ്കിൽ 350 വരത്തുള്ളൂ. ഇൻഡിവിജ്വലാണ് ഓരോന്നിനും. ഇപ്പോൾ വാക്സ് മ്യൂസിയം ഉണ്ട്, കാർ മ്യൂസിയം ഉണ്ട്, പിന്നെ 3D 5D സിനിമ, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ വീഡിയോ ഗെയിംസാണ് പിള്ളേർക്കുള്ള. അപ്പോൾ നമ്മളത് ഇവിടെ കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. കയറി വരുമ്പോൾ ആദ്യമുള്ളത് ഒരു ടെലിസ്കോപ്പാണ്. നമുക്ക് ഊട്ടി ടൗണൊക്കെ നല്ല ഉള്ളിലോട്ട് കാണാൻ പറ്റും, അങ്ങ് ദൂരെയൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞാൽ ആർട്ട് ഗാലറി. ഇതൊരു ആർട്ട് ഗാലറിയാണ്. അപ്പോൾ ഈ 350 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാം കാണാൻ പറ്റും. നമുക്ക് വാക്സ് മ്യൂസിയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് കാണുവാണെങ്കിൽ സെപ്പറേറ്റ് കാശ് വരും. ഇതാകുമ്പോഴേ 350-ൽ എല്ലാം കവറാവും. ഇത് ഞാൻ സത്യം മിസ്സായതായിരുന്നു. തിരിച്ച് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്.
ഇത് കേവ് ഓഫ് ഹൊറർ അല്ലേ? ഓ ഇത് കേരളയിൽ കയറാ പേടിക്കോ? പേടിക്കോ? ഇത് റീപ്പറാ. ലൈറ്റ് ഒന്നുമില്ല. ഇത് ഹൊറർ കേവ്. ഓ ചേട്ടാ വേണ്ട. ഓ ഇതുപോലെ എന്തൊക്കെയോ ഉണ്ട്. എന്നാ കൂടെ വാ, എനിക്ക് പേടിയ. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര എൻ്റെ അമ്മേ ഇത് ഞാൻ ശരിക്കും പേടിച്ചു ചേട്ടാ. ഇത് ഒറ്റയ്ക്ക് പോവാൻ പേടി, ധൈര്യം വേണമല്ലോ ചേട്ടാ. ഇതൊക്കെ വല്ല സൗണ്ട് ഉണ്ടാക്കുന്നതാണോ? അല്ല സീരിയസ് ആയിട്ട് ചോദിച്ചത്. ചേട്ടനും കൂടെ വാ. ഇത് ആദ്യത്തെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു ചേട്ടാ. ഞാൻ ചേട്ടനോട് പ്രത്യേകം ചോദിച്ചത് ഇതുപോലെ വല്ലതും ഉണ്ടോന്ന്. സ്പീക്കർ ഇരിക്കുന്നത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ എന്തെങ്കിലും സൗണ്ട് വരുമല്ലേ? സ്പീക്കർ ഉണ്ടല്ലേ ഇവിടെ. എന്തോ പണിയുണ്ട് കേട്ടാ. ഓ മൈ ഗോഡ്, എവിടുന്ന് എന്തൊക്കെയാ ചാടി വരുന്നതെന്ന് ആ ചേട്ടനോട് ഞാൻ മര്യാദയ്ക്ക് ആദ്യം ചോദിച്ചത്. ഇത് ശരിക്കും പേടി വരും കേട്ടാ. ഇവിടെ ഏതാണ്ടുണ്ട്. തുറന്നു. എൻ്റെ അമ്മേ, ഇതൊക്കെ വല്ല ഒറിജിനലാണ്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എല്ലാം കറണ്ടിൻ്റെ എന്താ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ചാടി വരുന്ന വല്ലതും ആണോ? ഓ കൈ അമ്മേ. ധൈര്യമുള്ളവർ മാത്രം കയറിയാൽ മതി കേട്ടോ. ഓ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി കേട്ടെ. ഞാൻ ശരിക്കും പേടിച്ചു ആദ്യമായിട്ട്. ഇത് ഫിഷ്. ഓക്കെ, ഇത് നമ്മുടെ ടോയ് ട്രെയിൻ ആണ് ഇവിടുത്തെ. അതിൻ്റെ പഴയ സ്റ്റീം. സ്റ്റീം. ഓക്കെ ഓക്കെ. ആ ഒരു ഹൊറർ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു റിലീഫായിട്ട് ഇവിടെ ബ്യൂട്ടിഫുൾ അക്വേറിയംസ്, ഒരുപാട് വെറൈറ്റി ഫിഷസ് ഒക്കെയാണ്. പക്ഷെ ഇത് ഞാൻ കാണാതെ പോയിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകാനായിരുന്നു. ഞാൻ റോഡിൽ ഇറങ്ങി ഫോറസ്റ്റ്, അതൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയപ്പോഴത്തേക്ക് ഫോറസ്റ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ കഴിച്ചില്ലായിരുന്നു ഒന്ന് ഫുഡ്. അപ്പം തിരക്കി പിന്നെ ഹോട്ടൽ വേണമെങ്കിൽ ഇനി ടൗണിലോട്ട് വരണം. അപ്പോൾ ടൗണിലോട്ട് തിരിച്ചിറങ്ങിയപ്പം ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ടെന്നറിയാം. അങ്ങനെ ഫുഡ് കോർട്ടിലോട്ട് വന്ന് അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഇത് കണ്ടത്. അതുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റി. വാക്സ് മ്യൂസിയം ഇവിടെ ഉള്ളത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, അതുപോലെ ഫൺ ഗെയിംസ്, പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
ഗെയിംസിനെല്ലാം സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഓ ഗ്രീൻ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ്. ഇവിടെയാണ് വാക്സ് മ്യൂസിയം, 5D തിയേറ്ററും അങ്ങനെ എന്താ സംഭവങ്ങളൊക്കെ ഉള്ളത്. താഴെ ഒരു ഗ്രീൻ സ്റ്റുഡിയോ ഉണ്ട്, അതായത് ഫുള്ള് ഗ്രീൻ മാറ്റാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ വരും. വാക്സ് മ്യൂസിയം. ആരും ഇല്ലല്ലോ ഇവിടെ. ഓ ഇതെല്ലാം വാക്സ് ചെയ്താണല്ലേ. ആഹാ, ഇത് ഷാറുഖ് ഖാൻ തന്നെ അല്ലേ? ആ ഷാറുഖ് ഖാൻ തന്നെ. ഇതെല്ലാവരുടെയും പേരും കൂടി ഒന്ന്, നമ്മൾ ഇതിനു മുമ്പ് കണ്ട വാക്സ് മ്യൂസിയത്തിനകത്ത് എല്ലാത്തിനും പേരുണ്ട്, എല്ലാവരുടെയും പേരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് പേരൊന്നുമില്ല. അത് കാരണം അറിഞ്ഞുകൂടാത്തവരെങ്ങനെ മനസ്സിലാക്കും. മൈക്കിൾ ജാക്സൺ. അടുത്ത് ജാക്കി ചാൻ. കൊള്ളാം കേട്ടോ. ആ ഫേസിൻ്റെ ഡീറ്റെയിൽ നോക്കി. എടാ ഒരാൾ ഇവിടെ നിന്ന് ഉറങ്ങുന്നില്ല. ഇതാരെ? അതറിയില്ല കേട്ടോ. പിന്നെ അതേ ഇവിടെ ഹാരി പോട്ടർ. ഓ ഇവിടെ സെലിബ്രിറ്റീസൊക്കെ വന്ന് എടുത്തേക്കുന്നത്. ഇത് എടുത്തേക്കുന്നതാണോ അതോ ചുമ്മാ വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ലാലേട്ടനൊക്കെ. ഫേസൊക്കെ സൂപ്പറായിട്ടുണ്ട്, ഡീറ്റെയിലിങ്. ഇത് മെർലിൻ മൺറോ അല്ലേ ആണെന്ന് തോന്നുന്നു. ആണോ ഹെയർ സ്റ്റൈൽ? കൊള്ളാം, സൂപ്പർ. അടുത്തത് ആഹാ കബാലി. ഓ ആ മുടിയുടെയൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നുണ്ടാകും. കൊള്ളാവേ. അങ്ങനെ എന്തായാലും ഊട്ടി വന്നപ്പോഴത്തേക്കും 2 വാക്സ് മ്യൂസിയം കാണാൻ പറ്റി. എന്നാ രസമല്ലേ. ഇത് അമിതാഭ് ബച്ചൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. താടി കണ്ടിട്ട് അതെനിക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല. എങ്കിലും ചെയ്തേക്കുന്ന വർക്ക് അടിപൊളിയാണ്. ഇനി വേറെ വല്ലവരും ആണോ അറിയില്ല കേട്ടോ. അടുത്തത് മിസ്റ്റർ ബീൻ. കൊള്ളാം അല്ലേ? ഓ ഇത് ഒരു രക്ഷയില്ല. ഇനി അടുത്തത് ക്വീൻ എലിസബത്ത്. ഓ ഇത് ഭയങ്കര റിച്ചായിട്ട് ഉണ്ട്. സൂപ്പറല്ലേ? ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതല്ല മൊത്തത്തിൽ എല്ലാ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതും കണ്ടിട്ട് ഭയങ്കര ഒരു ആ ഒരു റിച്ച്നെസ്, ആ ക്യൂനിൻ്റെ ആ റിച്ച്നെസ് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ കയറിയിരിക്കുന്നതാണ് ഇൻഫിനിറ്റി മിറർ. നോക്കിയേ, ഫുള്ള് മുകളിലും എല്ലാം സൂപ്പർ അല്ലേ? ഇത് എൻട്രി ഇതിലാണ്. അങ്ങനെ ഇവിടെ വെട്ടമൊന്നും ഇല്ലല്ലോ. പക്ഷെ എൻ്റെ അമ്മ തല കറങ്ങുന്നു. ഓ
ഇത് കറക്റ്റ് നമ്മളെ റൊട്ടേറ്റ് ചെയ്യും. എൻ്റെ അമ്മ അയ്യോ, ഇത് നമ്മൾ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ. പേടി വരും കേട്ടോ ഇത്. ഇത് പിടിച്ച് 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 എൻ്റെ അമ്മയെ, ഇതെങ്ങനെയാണ് ഇത് ഇറങ്ങുന്നത്? ഓ, ഇവിടെ മറ്റേ റേസിംഗ് കാറുകൾ, ഫോർമുല 1 ഒക്കെ ടൈപ്പ് കാറുകളും. ഓ, ഇതൊന്നും ഒരിക്കലും ഇത് ഞാൻ മിസ്സായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകാനായിരുന്നു. അതുപോലെ മനോഹരമായ ലാൻഡ് റോവർ 2003. the first car with pneumatic tires called Eclair. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കാറുകളല്ലേ. ഇതൊക്കെ കണ്ട ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കണ്ടുള്ള ടൈപ്പാണ്. വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിടാത്തതൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ സെക്ഷൻ. ഡുക്കാറ്റിയുടെ വലുതൊരെണ്ണം. അവിടെ നമ്മുടെ എൻഫീൽഡ് ഇല്ലല്ലോ. ആ, ഇത് അതല്ലേ ഹോണ്ട.
സൂപ്പർ. ഓ, അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. എൻ്റെ മുന്നേ 5D ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു റോളർ കോസ്റ്റർ, ശരിക്കും പേടിച്ചു. ഇതിനകത്ത് കയറിയതിൽ ആ കേവും എല്ലാം, സ്കെയറി കേവും പിന്നെ മറ്റേ ഇൻഫിനിറ്റി മിറർ, അതുമൊക്കെ അടിപൊളിയായിരുന്നു. ഇതാ ഗ്രീൻ സ്റ്റുഡിയോ. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കവിടെ സെലക്ട് ചെയ്യാം. ആ ഫോട്ടോസ് നമ്മുടെ ബിഹൈൻഡിൽ വരും. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഊട്ടി ടൗണിനോട് വിട പറഞ്ഞു. അപ്പം അതേ കാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി പറയാവേ. നമ്മളിപ്പോൾ പോകുന്നത് ദൊഡ്ഡബെട്ട പീക്ക്. അത് ഇങ്ങോട്ടാണ് ദൊഡ്ഡബെട്ട പീക്ക്. നല്ല കിടിലൻ റോഡ് നോക്കിയേ. ₹20 എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ദൊഡ്ഡബെട്ട പീക്ക്. ഇവിടെ 20 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ പാക്കേജ് എടുത്ത് ആ ഫൺ സെൻറ്ററിൽ കയറണം കേട്ടോ. അടിപൊളിയായിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാക്സ് മ്യൂസിയവും പിന്നെ 5D തിയേറ്ററും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം വരുന്ന സ്ഥിതിക്ക് എന്തായാലും അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ നേരെ സ്ട്രേറ്റ് ദൊഡ്ഡബെട്ട പീക്ക്. ബ്രോ എவ்வளோ ദൂരം പോകണം? 3 കിലോമീറ്റർ പോയിട്ട് ദൊഡ്ഡബെട്ട പീക്ക്. നമുക്ക് തിരിച്ചിറങ്ങി പിന്നെ കോത്തഗിരി പോകണ്ട. ഇതാണ് ദൊഡ്ഡബെട്ട പീക്കിലേക്കുള്ള എൻട്രൻസ്. ദൊഡ്ഡബെട്ട വെൽക്കംസ് ചെയ്യും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയൊക്കെ ബിലോങ്സ് എയർപോർട്ട് അതോറിറ്റിയുടെ ആണ്. അവിടെ ബോർഡ് കണ്ടായിരുന്നു. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. പോകുന്ന വഴിക്ക് 2 സൈഡിലും കടകളാണ്. കൊടൈക്കനാൽ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന ആ ഒരു ഫീല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നടുക്ക് വഴി ലെഫ്റ്റിലും റൈറ്റിലും കടകൾ, അതുപോലെ തന്നെ വഴി ഒരു സൈഡിൽ കടകൾ. ഇതാണ് ദൊഡ്ഡബെട്ട പീക്ക്. ഇവിടെ എൻട്രൻസ് 10 രൂപയാണ്. പിന്നെ ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. അവിടെ എനിക്കൊന്ന് 5 രൂപ കണ്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് ഒരു ചായ മേടിച്ച് 20 രൂപയാണ് ചായക്ക്. കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. കോട ഉണ്ട്. അപ്പോൾ അത് നോക്കി, കോട ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇതാണ് ദൊഡ്ഡബെട്ട പീക്ക്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നാണ് എൻ്റെ വ്യൂവിങ് ഉള്ളത്. പക്ഷെ അങ്ങോട്ടൊരു വഴി കാണുന്നേ, നോക്കിയിട്ട് വരാം. കോട നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം കണ്ട അവിടുന്ന് ഇതാണ്ട് ആ വഴിയാണ് നടന്നു വരണ്ടേ. നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ആളുകൾ കുറേ നിൽപ്പുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് എന്താ അറിയുക, മഞ്ഞിറങ്ങുന്നു. കോടതി നല്ല സൂപ്പറായിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് കോട ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവിടുന്ന് തിരിക്കണം. ഇനിയുണ്ട് 10-20 കിലോമീറ്റർ, 10-20 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കോത്തഗിരിക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ പീക്ക്. ഇവിടെ ഇങ്ങോട്ട് ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് തീർത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഫോറസ്റ്റാണ്. അവിടെ നേരത്തെ ഇരിക്കുന്നത് അവിടം വരെ ഇറങ്ങാനെന്ന് തോന്നുന്നു. വേലി അവിടം വരെ ഉണ്ട്. ഇപ്പം ഇവിടെ മറച്ച് ഇതങ്ങോട്ട് ഒക്കെ വലിയ നോക്കട്ടെ. മുകളിൽ ചെന്നിട്ട് ഒരു കാഴ്ച
കണ്ടില്ലേ, കോട ഇറങ്ങി നിൽക്കുന്ന പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഇതാണ് വ്യൂ. പക്ഷേ കോട ഇറങ്ങി നല്ലപോലെ. അത് താഴെ നല്ല കൊടും കാടാന്ന് തോന്നുന്നു. കോടയുള്ള കാരണം മേളത്തുള്ള വ്യൂസൊക്കെ ഒന്നും ഇല്ല. നമുക്കതിന് തിരിക്കാം. ഇവിടെ എല്ലാം കൊടും കാട. ഇതാണ് കോട ഇറങ്ങിയതിന് ശേഷമുള്ള ദൊഡ്ഡപ്പെട്ട പീക്കിലെ വ്യൂ. അങ്ങ് ടൗൺ കാണാം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കാടാണ്, വേറെ ഒന്നും കാണാനില്ല. കറക്റ്റ് അവിടെ ഒരു മല ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ മല, നടുക്കൂടി ടൗൺ. ഇത് നമ്മൾ താഴെ നിന്നുണ്ട ഒരു വ്യൂ പോയിന്റ് ഇല്ലല്ലോ, അതൊരു ബിൽഡിങ്. ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആയത്. ഇത് കുറച്ചുകൂടി നല്ല ഹൈറ്റിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഇപ്പോഴത്തെ വീണ്ടും കോടയിൽ നിന്ന് മാറി തരുന്നു, വീണ്ടും ഇറങ്ങി തുടങ്ങി. നമ്മൾ ആദ്യം വന്നത് ഇവിടെ നിന്നിരുന്നത്, അതിനുശേഷം നമ്മൾ താഴെ പോയത്. പിന്നെ ഇപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇവിടെ കൂടെ ഒന്ന് നോക്കിയത്. ഇത് നമ്മൾ ഇറങ്ങി വരുമ്പം, നമ്മളിത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു വേറെ വ്യൂ ആയത്. ഇതും സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് തിരിക്കാം. ആളുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ. ഞാൻ ആ റോഡിൽ കണ്ടപ്പോൾ വിജനമായിട്ടാണ് തോന്നിയത്, വിജനമായിരുന്നു ഇത്ര ആൾ. പക്ഷെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാനേ കോത്തഗിരിക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കിടിലനൊരു വ്യൂ. അത് നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇവിടെ. എനിക്ക് പച്ചപ്പും അപ്പുറത്ത് കോടയും, നല്ല കിടിലൻ വ്യൂ. പക്ഷേ ഇതിന് അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല, അവിടുത്തെ ഇങ്ങോട്ടും തേയിലത്തോട്ടം തന്നെ ആയിരിക്കണം. പക്ഷേ ആ കോട കൊണ്ട് പകുതിയായിട്ട് മറിഞ്ഞേക്കുന്നതും ഈ പച്ചപ്പൊക്കെ നല്ല രസമുണ്ട്. ഞാനിപ്പം അവിടുന്ന് കോത്തഗിരിക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച ചെയ്ത്, എന്നാ സൈസാന്ന് നോക്കിയേ. പക്ഷെ എൻ്റെ അമ്മേ, ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ കോത്തഗിരി കഴിഞ്ഞു, താഴോട്ട് ഇറങ്ങുകയാണ്. മേട്ടുപ്പാളയം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. പിന്നെ എന്തായാലും ആ കോത്തഗിരിക്ക് തൊട്ടുമുമ്പായിട്ടാണ് കാട്ടുപോത്തിനെ കണ്ടത്. അതൊരു ഭാഗ്യമായി. പക്ഷേ എന്നാലും എൻ്റെ വണ്ടി ജസ്റ്റ് ഫ്രണ്ടിലായിട്ടായിരുന്നു. ഞാൻ പിന്നെ വണ്ടി ഒതുക്കി എപ്പോഴാണ് അതിങ്ങനെ പാസ് ചെയ്ത് പോയത്. പക്ഷേ അപ്പോൾ ഞാൻ ജംഗ്ഷൻ ഏരിയ തന്നെ ആയിരുന്നു. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇത് ഉപദ്രവിക്കത്തൊന്നുമില്ല, നമ്മൾ അങ്ങോട്ടൊന്ന് ചെയ്യാതിരുന്നാൽ മതി, അങ്ങോട്ട് അടുത്തൊന്നും പോയിരുന്നാൽ മതി, അത് അതിൻ്റെ വഴിക്കങ്ങ് ഇറങ്ങും, കാലിലോട്ട് തന്നെ തിരിച്ച് പോയിക്കോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഊട്ടിയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്പോട്ടുകളും നമ്മൾ കവർ ചെയ്ത്. പക്ഷേ ലാസ്റ്റ് നമുക്ക് 2 സ്പോട്ട് മിസ്സായി. ഒന്ന് കോത്തഗിരി അവിടെയുള്ള കാതറിൻ വാട്ടർഫോൾസും പിന്നെ കോടനാട് വ്യൂ പോയിന്റ്. കോടനാട് വ്യൂ പോയിന്റ് പിന്നെ അത് വേറെ ഡയറക്ഷനോട്ട് 10-17 കിലോമീറ്റർ അങ്ങോട്ട് കയറി ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അത് ഈ രാത്രിയിലായി പോയിട്ടും കാര്യമില്ല. അപ്പോൾ അത് 2 മിസ്സായി. അപ്പോൾ വേറൊരു സമയത്ത് വരുമ്പോൾ അവിടെ പോകണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്പോട്ടുകളും നമ്മൾ കവറായി. അപ്പോൾ മേട്ടുപ്പാളയം വഴി വരുന്നവർ മേട്ടുപ്പാളയത്തിന് കൂണൂർ വഴി ഊട്ടി ചെല്ലുക. ഊട്ടിയിൽ നിന്ന് നേരെ ഗൂഡല്ലൂർ പോവുക. ഗൂഡല്ലൂർ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഊട്ടിയിലേക്കുള്ള കാഴ്ചകൾ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഗൂഡല്ലൂർ പോയി കാഴ്ചകൾ കണ്ടു പോവുകയാണെങ്കിൽ അവിടുത്തെ രാത്രിയായി, പിന്നെ നമ്മൾ രാത്രിയിൽ തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ ഗൂഡല്ലൂർ ചെല്ലുക, അവിടെ നിന്ന് റിട്ടേൺ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടുവന്ന് വീണ്ടും ഊട്ടിയിൽ വരിക. അവിടുന്ന് കോത്തഗിരി വഴി തിരിച്ചിറങ്ങി നമുക്ക് നാട്ടിലേക്ക് പോകാവുന്നതാണ്. ഗൂഡല്ലൂർ വഴിയാണ് വരുന്നതെങ്കിൽ ഗൂഡല്ലൂർ വഴി വന്ന് ഊട്ടി ചെല്ലുക. അവിടുന്ന് കോത്തഗിരി വഴി സ്ഥലങ്ങളെല്ലാം കണ്ട് താഴെ ഇറങ്ങി ഒന്നെങ്കിൽ മേട്ടുപ്പാളയത്ത് ചെന്നിട്ട് കൂണൂർ വഴി തിരിച്ച് ഫോറസ്റ്റ് റൈഡൊക്കെ ചെയ്ത് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ കോത്തഗിരി വഴി തന്നെ തിരിച്ച് കയറി പോകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.